തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിന് അതൃപ്തി. തനിക്ക് അർഹതപ്പെട്ടതാണ് മേയർ പദവിയെന്ന് പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. 3 ദിവസം മുൻപ് നേതാക്കൾ വിളിച്ചിരുന്നു. ടേം വ്യവസ്ഥയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. മേയർ സ്ഥാനം പങ്കുവെക്കേണ്ട പോസ്റ്റ് അല്ല എന്നും ടേം വ്യവസ്ഥയാണെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തോ എന്ന് പറഞ്ഞുവെന്നും ലാലി ജെയിംസ് വ്യക്തമാക്കുന്നു. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി വിപ്പ് ലാലി ജെയിംസ് ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ലാലി ജെയിംസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഭരണത്തിൽ മുൻപരിചയമില്ലാത്ത ഡോക്ടർ നിജി ജസ്റ്റിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതാണ് ലാലി ജെയിംസിനെ ചൊടിപ്പിച്ചത്. പണം വാങ്ങി മേയർ പദവി വിറ്റുവെന്നാണ് ലാലി ജെയിംസ് ആരോപിക്കുന്നത്. നിജിയും ഭർത്താവും AICC നേതാക്കളെ കണ്ടു. തന്നെ തഴഞ്ഞത് പണം ഇല്ലാത്തതിനാലാണ് എന്നും ലാലി ജെയിംസ് ആരോപിക്കുന്നു. എന്റെ കയ്യിൽ പണമില്ല എന്ന് പാർട്ടി നേതാക്കൾക്കറിയാം. ചില്ലിക്കാശ് പോലും ഇല്ലാത്തയാളാണ് താൻ. അത് ജനങ്ങൾക്ക് അറിയാമെന്ന് ലാലി ജെയിംസ് പറയുന്നു. മേയർ സ്ഥാനം തനിക്ക് അർഹതപ്പെട്ടതാണ് എങ്കിൽ ആ പദവി തനിക്ക് തന്നെ ലഭിക്കും. ഇനി ലഭിച്ചില്ല എങ്കിലും കോൺഗ്രസിൽ നിന്നും വിട്ടുപോകില്ല എന്നും പാർട്ടി തനിക്ക് ജീവനാണ് എന്നും തന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം കൊണ്ട് പാർട്ടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും ലാലി ജെയിംസ് പറഞ്ഞു. അതേസമയം താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ തഴയുന്നുവെന്നും തന്റെ കയ്യിൽ പണമില്ല എന്നും പണം നൽകി പാർട്ടിയെ സഹായിക്കാൻ കഴിയുന്നവരെയാണോ പരിഗണിക്കുന്നത് എന്ന് അറിയില്ല എന്നും ലാലി ജെയിംസ് ചൂണ്ടിക്കാട്ടി. പ്രവർത്തനം മാത്രമാണ് എന്റെ മുഖമുദ്ര. പൊതുപ്രവർത്തന രംഗത്ത് ഇത്രനാളും പ്രവർത്തിച്ചത് പണമുണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടില്ല. പൊതുജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പാർട്ടിയുടെ നിലപാട് കേരള ഇടപെടൽ എന്നൊക്കെയാണ് പറയുന്നത്. KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, മാത്യു കുഴൽനാടൻ തുടങ്ങിയവരാണ് നിജി ജസ്റ്റിനു വേണ്ടി മുൻകൈയെടുത്തത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ അർഹതപ്പെട്ടവർ വേറെയുമുണ്ട് എന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാമായിരുന്നു. KC വേണുഗോപാലിനും കേന്ദ്ര നേതൃത്വത്തിനും തൃശൂരിലെ കാര്യങ്ങൾ അറിയില്ല എന്നും ലാലി ജെയിംസ് തുറന്നടിച്ചു. മേയർ സ്ഥാനത്തെ സംബന്ധിച്ച് നഗരത്തിലെ ഒരു സർവേ നടത്തിയാൽ അതിൽ മുൻപിൽ തന്റെ പേരുണ്ടാകും. നിജിയും ഭർത്താവും ഒരു പെട്ടിയുമായി അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, സൂക്ഷിക്കണം ചേച്ചി എന്ന് ചില സഹപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പെട്ടിയിൽ എന്താണ് എന്നും തനിക്ക് അറിയില്ല എന്നും എന്തായാലും തന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്നും ലാലി വ്യക്തമാക്കുന്നു. നിജി ഡോക്ടർ തന്റെ പ്രൊഫഷനിൽ നിന്ന് കാശ് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് വേണ്ടി സമരരംഗത്തിറങ്ങി സാരി ചുളുകയോ കൈ നനയുകയോ ചെയ്തതായി അറിയില്ല. ആ പദവിയുണ്ട്, ഈ പദവിയുണ്ട് എന്നൊക്കെ ആർക്കു വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാവുന്നതാണ്. തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച തേറമ്പിൽ രാമകൃഷ്ണൻ അവസാന നിമിഷമാണ് പാർട്ടി തീരുമാനം അറിയുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് പോലും DCC നേതൃത്വം നിലപാട് മാറ്റിയില്ല എന്നും ലാലി ജെയിംസ് ആരോപിക്കുന്നു. മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസിന്റെ പേര് അവസാനഘട്ടം വരെ പരിഗണിച്ചിരുന്നു. തൃശൂർ കോർപ്പറേഷനിലേക്ക് 4ാം തവണയാണ് ലാലി ജെയിംസ് കൗൺസിലറായി ജയിച്ചു വന്നിരിക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. LDF മേയർ സ്ഥാനത്തേക്ക് കണ്ടുവച്ചിരുന്ന സ്ഥാനാർത്ഥിയെയാണ് ലാലി പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ നഗരസഭയിൽ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന സുബി ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. ദീപാദാസ് മുൻഷിക്കോ വേണുഗോപാലിനോ വാർഡുകളെ കുറിച്ചോ അതിൽ പ്രവർത്തിച്ചവരെ കുറിച്ചോ പ്രയത്നിച്ചവരെ കുറിച്ചോ കഷ്ടപ്പെട്ടവരെ കുറിച്ചോ അറിയില്ല എന്നും കഷ്ടപ്പെടുന്നവരെ അറിയാതെ പോകുന്നത് ദുഷ്കരമാണ് എന്നും ലാലി ജെയിംസ് വ്യക്തമാക്കുന്നു.